ഹലോ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും എൻ്റെ ഫാമിലിയൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. അതിൽ ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നാണ് പർച്ചേസിങ്ങിന് പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് തലേന്നായിരിക്കും, അല്ലെങ്കിൽ 1-2 ദിവസത്തിന് മുമ്പായിരിക്കും നമ്മൾ അതായത് കൊണ്ടുവരാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നത്. അതായത് നേരത്തെ ഒന്നും വാങ്ങി വയ്ക്കാറില്ല. എപ്പോഴും ആ ഒരു സമയത്തായിരിക്കും എപ്പോഴും വാങ്ങി വയ്ക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ചിലതൊക്കെ മറന്നു പോകാറുണ്ട്. ചിലത് മിക്കവാറും എല്ലാം കറക്റ്റായിട്ട് വാങ്ങിച്ചിരിക്കും കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങി. ഇതുപോലെ നമ്മൾ ലിഫ്റ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കണ്ണാടി നോക്കാറുണ്ടല്ലേ? എത്ര പേരുണ്ട് ഇതുപോലെ കണ്ണാടി നോക്കുന്നത് ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ? എനിക്ക് 98% ആൾക്കാരും ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ കണ്ണാടി നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് ചില സ്ഥലങ്ങൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നാറില്ലേ? അപ്പോൾ എനിക്കിവിടെ ഈ പാർക്കിങ്ങിൻ്റെ ഇവിടെ നിന്ന് താഴെ ഇറങ്ങി വരുമ്പോൾ നേരെ കാണുന്ന ഈ ഒരു മരമില്ലേ, ഈ മരങ്ങൾ കാണുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു ചെറിയൊരു ഇഷ്ടമാണ്. കാരണം നമുക്ക് നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ മരങ്ങൾ, അതായത് നല്ല പൊക്കത്തിൽ നിന്ന് നോക്കുമ്പോൾ അതായത് മരങ്ങൾ പടം വരച്ച കണക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ഇവിടെയൊക്കെ എനിക്ക് ചെറിയൊരു ഭയങ്കര ഒരു ഇഷ്ടമാണ്. അതുപോലെ നാട്ടിലുമുണ്ട്, ചില സ്ഥലങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഈ ഒരു സ്ഥലവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇത് പകൽ കാണുന്നതിനെക്കാട്ടിലും രാത്രി കാണുമ്പോഴാണ് ഭയങ്കര ഒരു രസം. കാരണം ഫുള്ളും എല്ലാ ബിൽഡിങ്ങിലും ലൈറ്റും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ആ ഫ്ലൈ ഓവറിൽ നിന്ന് ഒന്ന് തിരിഞ്ഞ് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, പറയാതിരിക്കാൻ വയ്യ. മാഷാഅല്ലാഹ് നല്ല രസമാണ് കാണാനായിട്ട്. പോരാതെ എനിക്ക് നല്ലൊരു പാട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് വരും. അപ്പം ആ പാട്ടും ആ സ്ഥലമൊക്കെ വന്നപ്പോഴത്തേക്കും ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നേരെ സംസം റെസ്റ്റോറൻറ്റിലായിട്ടാണ് വന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഉള്ളിലോട്ട് കയറി വരുമ്പോഴത്തേക്കും സൈഡിൽ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ്, ഫുള്ളിങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ട് നല്ല രസമായിട്ട് കാണാനായിട്ട്. അങ്ങനെ കാറ് പാർക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഞങ്ങളവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ ഒരു സ്റ്റാർട്ടർ തന്നായിരുന്നു. അത് പൈനാപ്പിൾ ജ്യൂസായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വന്നതിന് ശേഷം മുകളിലാണ് ഇരുന്നത്. ആ കാണുന്ന ഏരിയയിൽ അത് മജ്ലിസാണ്. മജ്ലിസ് എന്ന് പറയുമ്പോൾ താഴെ ഇങ്ങനെ ഒരു സോഫ പോലെയൊക്കെ ഇട്ടിട്ട് അതിൽ കുഷനൊക്കെ വെച്ചിട്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണത്. അപ്പം എനിക്ക് ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നതിനേക്കാളും മജ്ലിസിൽ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ കൂടെ വേറെയും ആൾക്കാരൊക്കെ ഉണ്ട്, അതായത് കസിൻസോ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ഇങ്ങനെ മജ്ലിസിലിരുന്ന് കഴിക്കാൻ അത് പ്രത്യേക ഒരു രസമാണ്. അപ്പം നമ്മൾ അവിടെ ഇരുന്ന സമയത്ത് നമ്മൾ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ക്ലിയർ സൂപ്പാണ് കേട്ടോ. അപ്പം ഞാനിത് കുറച്ച് മാത്രമേ കുടിച്ചുള്ളൂ. കാരണം ഇത് ഫുള്ള് കുടിച്ചു കഴിഞ്ഞാൽ മട്ടൻ ഹനീത്ത് നല്ല വിശാലമായിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കുടിച്ചിട്ട് നമ്മൾ മട്ടൻ ഹനീത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഷെത്ത ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഡേറ്റ്സിൻ്റെ ഒരു ചെറിയൊരു പിക്കിളുണ്ടായിരുന്നു, പിന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല. വലിയ ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, എന്നാൽ ടേസ്റ്റ് ഇല്ല എന്നും പറയാൻ പറ്റില്ല, മീഡിയം. സഫൂന് വലിയ പീസ് കൊടുത്തു. അപ്പോൾ അവൾക്ക് അത്രയും വലിയ പീസ് വേണ്ട, ചെറിയ പീസ് മതി എന്നുണ്ട്. പിന്നെ വലിയ പീസ് എടുത്തു. അങ്ങനെ മട്ടൻ ഹനീത്തൊക്കെ നല്ലപോലെ കഴിച്ചു. അപ്പോൾ എനിക്ക് അതായത് മട്ടൻ ഞാൻ അത്ര കഴിക്കുന്ന ആളല്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവർ നല്ല പുതിനയും പട്ടയും മിൻറ്റും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു സുലൈമാനി കൊണ്ടുവന്നു. നല്ല ചൂടോടെ കുടിക്കാൻ പറ്റിയ സുലൈമാനിയാണ്. അതിനോടൊപ്പം അവർ ലുക്കേമത്ത് കൊണ്ടുവന്നു. അപ്പോൾ ലുക്കേമത്ത് നമ്മുടെ ഹണിയല്ല, ഡേറ്റ് സിറപ്പാണ് ഒഴിച്ചിട്ടുള്ളത്. അതും നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് ലുലുവിലാണ്. അപ്പോൾ ലുലുവിൽ ഡാഡിക്ക് ടീഷർട്ട് നോക്കണുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഷർട്ടിനൊക്കെ ഓഫറുണ്ട് 50%. അപ്പോൾ ഞാൻ ഇപ്പോഴും ഉണ്ടോയെന്ന് അറിയില്ല. അപ്പം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കുക. നല്ല കളക്ഷൻസ് ഉണ്ട്, കുട്ടികൾക്കും ഉണ്ട് കളക്ഷൻസ്. ചില സമയത്ത് നമ്മൾ വേണമെന്ന് പറഞ്ഞിട്ട് പോയി ഡ്രസ്സ് എടുക്കാൻ നോക്കുമ്പോൾ ചില സമയത്ത് കാണില്ല കേട്ടോ. അല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഈ ഡ്രസ്സിൻ്റെ ഏരിയയിലോട്ടൊന്ന് പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നല്ല ഡ്രസ്സ് കിട്ടും. നമുക്ക് വേണമെന്ന് പറഞ്ഞ് പോയി എടുക്കുമ്പോഴത്തേക്കും ഒന്നും കാണില്ല, കളക്ഷൻസ് ഭയങ്കര കുറവായിരിക്കും.
ഈ ഒരു ഏരിയ വരാൻ ഭയങ്കര ഇഷ്ടമാണ്, കാണാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഈ ലേസൊന്നും അല്ല, ഈ പൊഫക്കില്ലേ ഇപ്പോഴൊക്കെ എടുത്ത ഈ പൊഫക്ക്, ഒമാൻ പൊഫക്ക്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് ഒമാൻ പൊഫക്ക്. കാരണം എന്താണെന്ന് അറിയില്ല, പണ്ടേ ഡാഡി പിന്നെ വാങ്ങി തന്നിട്ട് അങ്ങനെ കഴിച്ച് അടിമപ്പെട്ട് പോയെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കഴിച്ച് നോക്കാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നാട്ടിലത്തേക്ക് നമ്മൾ കൂടുതൽ ചോക്ലേറ്റും കാര്യങ്ങളൊന്നും വാങ്ങില്ല. കുറച്ച് ഇതുപോലെ ഫ്രോസൻ്റെ ഐറ്റംസാണ് വാങ്ങുന്നത്. കാരണം ഡാഡിക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയെടുത്തുകൊണ്ട് വന്നപ്പോൾ സഫോന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഐസ്ക്രീം എടുത്തു. അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഐസ്ക്രീം തന്നെ എടുത്തത്. കുറേ ഫ്ലേവേർഡ് ഐസ്ക്രീം ഉണ്ട് കേട്ടോ. അങ്ങനെ ലുലുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിതാ ബില്ലിടുകയാണ്. ഇനി അടുത്ത് നമ്മൾ നേരെ അൻസാർ ഗാലറിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അൻസാർ ഗാലറിയിൽ നമുക്ക് കുറച്ച് നമ്മുടെ ഈ വീക്കെൻഡിൽ നമ്മൾ കുറച്ച് കിച്ചൺ ഐറ്റംസ് വാങ്ങിക്കാറുണ്ട്. അപ്പം നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ എപ്പോഴും തേങ്ങ എടുക്കുന്നത് ലുലുന്നാണ് കേട്ടോ. അൻസാർ ഗാലറിയിലെ തേങ്ങ അത്ര പോരാ, അതായത് കുറച്ച് മാത്രം, ക്വാണ്ടിറ്റി കുറവായിരിക്കും, പെട്ടെന്ന് ചീത്താവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ലുലുന്ന് തന്നെയാണ് തേങ്ങ എടുക്കുന്നത്. അങ്ങനെ നേരെ അൻസാർ ഗാലറിയിലോട്ട് വന്ന് കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുക്കുന്നത്. അപ്പോൾ എല്ലാ വീക്കിലും നമ്മൾ ഇവിടെ തന്നെയാണ് വന്നെടുക്കാറ്. ഞാൻ കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഞങ്ങൾ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പം ഇക്ക ഇവിടെയുണ്ട്, ഞാനും മോളുമാണ് നാട്ടിൽ പോകുന്നത്. അപ്പോൾ ഇക്കക്ക് അങ്ങനെ വലുതായിട്ട് കുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് മാത്രം, അപ്പോൾ അത്യാവശ്യത്തിന് വേണമെങ്കിൽ ഇക്ക വാങ്ങിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കുറച്ച് മാത്രം വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ടുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബക്കർ മൊബൈൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ബക്കർ മൊബി ദുബൈയിലാണ് ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ ചില സമയത്ത് മാത്രമേ ഓഫർ വരാറുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളൂ. 2-3 ചോക്ലേറ്റ് മാത്രമേ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം അൻസാർ ഗാലറിയിൽ നിന്ന് ലുലുവിൽ വാങ്ങിയിട്ടുള്ളത്. ഇക്കാക്ക് ഏറ്റവും ഇഷ്ടം സാധനമൊക്കെ വാങ്ങുന്നത് ലുലുവിലാണ്. കാരണം എപ്പോഴും എല്ലാ സാധനങ്ങളും, ഡ്രസ്സായാലും ഇതുപോലെ ചോക്ലേറ്റ്, പിന്നെ നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങൾ എന്തായാലും ഇക്ക ലുലുവിനെ വാങ്ങുള്ളൂ. ഇക്കാക്ക് അവിടെ നിന്ന് വാങ്ങുന്നതാണ് അത് ഭയങ്കര കംഫർട്ട്. കാരണം കുറച്ച് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അവിടെ കിട്ടുമെന്നുള്ളതുകൊണ്ട് കൂടുതലും അവിടെ നിന്നാണ് വാങ്ങാറുള്ളത്. എനിക്ക് പ്ലെയിൻ ചോക്ലേറ്റിനെക്കാട്ടിലും നട്ട്സുള്ള ചോക്ലേറ്റ് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതായത് മിൽക്ക് വരുന്ന ചോക്ലേറ്റൊന്നും എനിക്കിഷ്ടമല്ല, പ്ലെയിനായിട്ടുള്ള ചോക്ലേറ്റ് എനിക്കിഷ്ടമല്ല. കൂടുതലും നട്ട്സുള്ള ചോക്ലേറ്റ് കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇതൊക്കെ കണ്ടപ്പം ഒരു ചെറുതിലത്തെ ഒരു നൊസ്റ്റാൾജിയൊക്കെ വന്നു കേട്ടോ. ഇതൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ എന്തോ അതൊക്കെ ഒരു ഭംഗിയുണ്ട്. പിന്നെ ഇത് നല്ല രസമല്ല, നല്ല ഹാഫ് മൂണിൻ്റെ ഒരു പാക്കിങ്ങൊക്കെ വന്നിട്ട് ഈ സമയത്തൊക്കെ വന്നതാണ്. അതിനകത്ത് ഫെറാറോയുടെ ചോക്ലേറ്റാണ്. അങ്ങനെ ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിതാ ഇത് ഞാൻ പിറ്റേന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പം തലേന്ന് സാധനമൊക്കെ വാങ്ങി കഴിഞ്ഞ് അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളാണ് എനിക്കിനി ഷെയർ ആക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എൻ്റെ മിസ്തി അടുത്ത് വന്നിരിപ്പുണ്ട്. മിസ്തി എന്ന് പറയുന്ന പൂച്ചയാണ്. അപ്പോൾ അവൻ ബാഗിനകത്ത് കയറി ഇരിക്കുകയാണ്. മുമ്പ് എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഇപ്പോൾ പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് പാക്കിങ്ങൊക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഈ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ വന്ന് നോക്കും, മനസ്സിലാവും എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ ആണെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്താ അറിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഡ്രസ്സൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ എല്ലാം നാട്ടിൽ പോയിട്ട് ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലുതായിട്ട് ഡ്രസ്സൊന്നും വെച്ചിട്ടില്ല. കാരണം നാട്ടിൽ പോയിട്ട് ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വരണമല്ലോ. അപ്പം ഇവിടെ നിന്ന് തന്നെ കൂടുതൽ വെയിറ്റ് എടുക്കണ്ടെന്ന് വിചാരിച്ച് കുറച്ച് ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പറഞ്ഞില്ലേ
ഡാഡിക്ക് ഒരു ടീഷർട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ടീഷർട്ട് വാങ്ങിയായിരുന്നു. ഒന്ന് സ്കൈ ബ്ലൂ കളറും ഒന്ന് ബ്ലാക്കും. രണ്ടും സെയിം തന്നെയാണ്, കളർ മാറ്റമേ ഉള്ളൂ. പക്ഷെ നല്ല ഇടാൻ നല്ല സുഖമുണ്ട്, നല്ല ക്ലോത്താണ് കേട്ടോ. ഇതുപോലെ കുറച്ച് ലേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ലേസ് ടാങ്ക്, അങ്ങനത്തെ ടാങ്ക് മാംഗോ ഫ്ലേവറും ഓറഞ്ച് ഫ്ലേവറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ എക്ലെയറും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെന്താണ് മയോണൈസ്. അപ്പം നമ്മൾ ഇതുപോലെ പൊട്ടണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഒരു പാക്കറ്റിലാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു തുണിയിൽ നല്ലപോലെ കവർ ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പം ഇവർ ലഗേജൊക്കെ എടുത്ത് എറിയുന്ന സമയത്ത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തുണിയിലോ ഒരു കവറിലോ ഒക്കെ ആക്കി വെച്ചിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല സേഫായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നാട്ടിൽ ചെന്നിട്ടായിരിക്കും ഇൻഷാ അള്ളാ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.